ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി, ആലോചനയ്ക്കായി, ധ്യാനത്തിനായി നമുക്ക് വീണ്ടും ഒരവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആലോചനാ യോഗത്തിൽ പ്രിയ ബാബു സഹോദരനൊരു അഭിപ്രായം പറയുകയുണ്ടായി. പഴയ നിയമത്തിൽ നിന്നും അങ്ങനെ സഹോദരൻ പഠിപ്പിക്കാറില്ല, അതും പഠിപ്പിക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സഹോദരൻ്റെ ആലോചനയെ മാനിച്ച് ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു വേദഭാഗമാണ് പഠിക്കുവാനായിട്ട് പോകുന്നു. പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമ പശ്ചാത്തലവും പുതിയ നിയമ പശ്ചാത്തലവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ഇടപെട്ടതായിട്ടുള്ള വിധങ്ങൾ പുതിയ നിയമത്തിൽ ഇന്ന് ലോകത്തിൽ എല്ലാവരോടും ഇടപെടുന്ന വിധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് പഴയ നിയമം പഠിക്കുമ്പോൾ അത് പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്കിപ്പോൾ പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ശരി, നമുക്ക് പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അടയാട ഉണ്ടാക്കി. പാപം മനുഷ്യനിൽ പ്രവേശിച്ചതായ ഒരു സംഭവമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഒരുപക്ഷെ ധാരാളം പ്രസംഗങ്ങൾ ഈ ഒരു വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ബൈബിൾ അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പരിഷ്കരിച്ച പതിപ്പുകൾ ഇറക്കാത്തതായതുകൊണ്ട്, അതിനാവശ്യവുമില്ലാത്തതായതുകൊണ്ട് നമ്മൾ പഠിച്ചതും പ്രസംഗിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ കൂടെ വരുന്നതിൽ നിങ്ങൾ ഒരു അപാകത ചിന്തിക്കരുത്. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങൾ അവർ 5 വർഷമോ ഒക്കെ കൂടുമ്പോൾ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അത് പരിഷ്കരിച്ച പതിപ്പുകൾ ഇറക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തിന് അതിൻ്റെ ആവശ്യമില്ല. ദൈവവചനത്തെ പരിഷ്കരിക്കാൻ ആർക്കും കഴിയുകയില്ല. ശരി, ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ആദാമിനും ഹവ്വായ്ക്കും ദൈവം നൽകിയതായ ഒരു പ്രത്യേക നിർദ്ദേശവും ആ നിർദ്ദേശം ലംഘിക്കാനായിട്ട് പിശാച് എടുത്തതായിട്ടുള്ള തന്ത്രങ്ങളും ആ നിർദ്ദേശം ലംഘിച്ചതിൻ്റെ ഫലമായി മനുഷ്യവർഗത്തിന് വന്നതായിട്ടുള്ള പരാജയവുമാണ്. ഇത് നാം പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതായ ഒരു നിലയിലായിരിക്കുകയില്ല ഇന്ന് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കേണ്ടതായിട്ടുള്ള ആലോചനകൾ ഇവിടെ നിന്നും ദൈവം നമുക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അതിന് ഒരുക്കമുള്ളൊരു ഹൃദയത്തോടു കൂടി നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ എനിക്കും ലഭിക്കണം. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അല്ലേ?
മരിക്കും, തിന്നുന്ന നാളിൽ നീ മരിക്കും, അതുകൊണ്ട് തിന്നരുത്. ഇതാണ് ആദത്തിനും ഹവ്വമാർക്കും ലഭിച്ചതായ, ആദം ഹവ്വമാർക്ക് അല്ലെങ്കിൽ ആദത്തിന് ലഭിച്ചതായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നു. ആദത്തിൽ ഹവ്വായുമുണ്ട്. ദൈവം അവർക്ക് ആദം എന്ന് പേരിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിശാച് ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ എടുത്ത് സ്ത്രീയുടെ അടുക്കൽ വരുന്നു. നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പം ദൈവം എന്തു പറഞ്ഞു? മരിക്കും. പിശാച് എന്തു പറഞ്ഞു? മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ഒരു ഉറപ്പ് കൂടി അങ്ങോട്ട് കൊടുത്തു. മരിക്കുകയില്ലെന്ന് മാത്രമല്ല, പിന്നെ ചില ഗുണങ്ങളും കൂടെ പിശാച് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണ് ഗുണങ്ങൾ? അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഭയവും വേണ്ട, ഞാൻ ഉറപ്പു തരുന്നു എന്നാണ് പിശാച് പറയുന്നത്. നിശ്ചയമാണ്, യാതൊരു സംശയത്തിനും വഴിയില്ല. എന്ന് മാത്രവുമല്ല, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ ഭയങ്കര ഒരു ഗുണമുണ്ട്. എന്താണ്? നന്മ തിന്മകളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. അപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് അപ്പോൾ ആർക്കാണുള്ളത്? ദൈവത്തിനാണുള്ളത്, അല്ലേ? നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ച് അറിഞ്ഞ് ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഇപ്പോൾ ആദത്തിനും ഹവ്വായ്ക്കും കഴിയുന്നില്ല. അങ്ങനെ ഒരു കഴിവ് അവർക്ക് ഇല്ല. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ, അങ്ങനെ സാധിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലാണോ സൃഷ്ടിച്ചത്? ആണോ? എന്തോ പെട്ടെന്നൊരു സ്റ്റക്കായി അല്ലേ? ഒരു പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു കഴിവ് കൊടുത്തുകൊണ്ടല്ല സൃഷ്ടിച്ചത്. അതെന്താ? അപ്പോൾ സൃഷ്ടിയിൽ എന്തോ ഒരു അപൂർണതയുണ്ടോ എന്നാണ് പിന്നെ നമ്മുടെ ഉള്ളിൽ വരാവുന്ന ഒരു സംശയം. ഇല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്ത് ദൈവം സൃഷ്ടിച്ചപ്പോൾ നന്മയും തിന്മയും മനുഷ്യൻ തീരുമാനിക്കേണ്ട എന്നുള്ള നിലയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അതെന്തുകൊണ്ടാ? അപ്പോൾ ദൈവം എന്തോ കുറച്ചൊക്കെ പിടിച്ചു വെച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് നമ്മളിലുണ്ടാവാം. ഇല്ല, ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണത് ചെയ്തത്. എന്തായിരുന്നു ആ നന്മ? ഈ നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഉണ്ടാകുവാനായിട്ട് കഴിയില്ല. കാരണം കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, അല്ലേ? സത്യം ആരാണ്? ദൈവമാണ് സത്യം, സത്യദൈവം, അല്ലേ? സത്യദൈവം, ദൈവത്തെക്കുറിച്ച് പറയുന്നവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം സത്യമാണ്. ദൈവത്തിൽ ഉള്ളതായ ആ സത്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് ആബ്സല്യൂട്ട് ട്രൂത്ത്, പൂർണ്ണമായ ആത്യന്തികമായിട്ടുള്ള ആ സത്യം മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ദൈവത്തിനൊരിക്കലും മനുഷ്യനിലേക്ക് പകരാൻ കഴിയാത്ത നിലയിൽ, അത് ദൈവത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ, അട്രിബ്യൂട്ട്സ്, ആ ഗുണങ്ങളിൽ പെട്ടതാണ് ദൈവം സത്യമാണ് എന്നുള്ളത്. അത് മനുഷ്യന് ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്തതാണ്.
പക്ഷെ മനുഷ്യൻ ഈ സത്യം അല്ലെങ്കിൽ ഈ നന്മ ഏത് തിന്മ ഏത് എന്നുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യനെ സംബന്ധിച്ച സൃഷ്ടിയിലെ ഒറിജിനൽ ഡിസൈൻ അല്ലെങ്കിൽ ഒറിജിനൽ രൂപകൽപ്പന. മനുഷ്യനെ ദൈവം രൂപകൽപ്പന ചെയ്തത് സത്യം ദൈവമാണ്. ആ സത്യമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. മനുഷ്യന് നന്മകളെയും തിന്മകളെയും തിരിച്ചറിയാനായിട്ടുള്ള പൂർണ്ണമായ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് മനുഷ്യനത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. മനുഷ്യൻ്റെ ഡിസൈനിൽ അത് അങ്ങനെ തന്നെ ഫിറ്റ് ആവില്ല. കാരണം മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന് മാത്രം കഴിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പിശാചിനറിയാം ഇതല്ല. നമുക്കറിയില്ലെങ്കിലും പിശാചിനറിയാം. പിശാച് എന്ന് പറഞ്ഞു, നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. കാരണം അത് ദൈവത്വത്തിൽ മാത്രമുള്ളതായ ഒരു കാര്യമാണ് ഈ നന്മയും തിന്മയും തിരിച്ചറിയുക എന്ന് പറയുന്നത്. എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം, ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാം. ശരി, അപ്പോൾ ഈ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് മനുഷ്യന് കഴിയാതെ വരുന്നു. അപ്പോൾ ദൈവത്വത്തിലുള്ളതായ ആ അധികാരം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായിട്ടുള്ള ഈ വിഷയങ്ങൾ അത് ഞങ്ങൾ സ്വയം തീരുമാനിച്ചുകൊള്ളാം എന്നുള്ള നിലയിലേക്കാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നതിലൂടെ മനുഷ്യൻ എത്തിച്ചേർന്നത്. പക്ഷേ എന്തുപറ്റി? അത് ദൈവകൽപ്പനയുടെ ലംഘനമായിരുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ കോട്ടം തട്ടി, ദൈവിക ജീവൻ അവരിൽ ഉണ്ടായിരുന്നതായ ജീവൻ നഷ്ടമായി, അല്ലെങ്കിൽ അവരുടെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആത്മീകമായിട്ട് അവർ മരിച്ചു. അതാണ് ഏദനിൽ നടന്നതായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത്? ഏദനിൽ നടന്ന കാര്യം യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കണം, അല്ലേ? അപ്പം പ്രശ്നമുണ്ടായത്, ആ പ്രശ്നം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയല്ലേ? ഏതൊരു പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ എന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു പ്രശ്നമുണ്ടായത് എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അത് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപാട്, ഇനി ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ദൈവത്തെ പോലെ, ദൈവം ചെയ്യുന്നത് പോലെ നന്മയും തിന്മയൊക്കെ ഞങ്ങൾ ഇന്ന് മുതലങ്ങ് തീരുമാനിച്ചോളാം, ഞങ്ങൾ ദൈവവുമായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദവും ഹവ്വായും, അവരങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അവരുടെ മനോഭാവം അതായിരുന്നു. അവരങ്ങോട്ട് മാറി. എന്നിട്ട് അവർ നന്മയും തിന്മയും തീരുമാനിക്കാനായിട്ടുള്ള അവസരയ്ക്ക് വന്നു. അതാണ് അങ്ങനെ ആദത്തിനും ഹവ്വായ്ക്കും നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് അവർ ദൈവകൽപ്പനകളെ ലംഘിച്ചുകൊണ്ടൊരു ഫലവും തിന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് മനുഷ്യൻ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്നാൽ അതാർക്കും കഴിയുന്നില്ല. നന്മയും തിന്മയും ഒരു 10 സംഭവങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ നന്മയും തിന്മയും പറയാനായിട്ട് നിങ്ങളോട് ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനകത്ത് 10 അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായത്തിന് യാതൊരു വക ഐക്യവുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി മനുഷ്യനിലില്ലായിരുന്നു. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മനുഷ്യനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ രൂപകൽപ്പന. എന്നാൽ ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ ആ ദൈവികമായിട്ടുള്ള അധികാരത്തെ തട്ടിയെടുത്ത് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിൽ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഇതിന് പരിഹാരം വേണം. എന്താണ് പരിഹാരം? ഇവിടെ ആദമിനെ ഹവ്വയെ നിയന്ത്രിച്ചിരുന്നത് ഇതിനു മുമ്പ് വരെ ആരായിരുന്നു? ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മകനായിരുന്നു ആദം. എന്നാൽ അവർ ഈ ഒരു സംഭവത്തോടു കൂടി അവരെ നിയന്ത്രിക്കുന്നത് ആരായിട്ട് അവർ തിരഞ്ഞെടുത്തു? പിശാച്.
അല്ലേ? പിശാചിൻ്റെ ഉപദേശത്താൽ പിന്നെ അവർ തന്നെ ഈ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു. അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. 6-ാം വാക്യത്തിൽ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തന്നു. തിന്നാതെ എങ്ങനെയാ അത് തിന്മാൻ നല്ലതാണെന്ന് കണ്ടേ? ജ്ഞാനം കാണുവാൻ ഭംഗിയുള്ളത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? കണ്ണുകൊണ്ട് നോക്കിയാൽ അത് കാണാൻ നല്ലതാണോ എന്നുള്ളത് മനുഷ്യന് കാണാനായിട്ട് പറ്റും. പക്ഷെ തിന്മാൻ നല്ലതെന്നുള്ളത് തിന്നുന്നതിന് മുമ്പ് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, ഇവർ ഊഹം മാത്രമാണ്. അതുപോലെ തന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, അതും പ്രധാനപ്പെട്ട ജ്ഞാനം പ്രാപിപ്പാൻ. എന്തിനാണ് ജ്ഞാനം? നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അപ്പം പിശാച് പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. അതിനപ്പുറവും ഇവിടെ തിന്മാൻ നല്ലതെന്നുള്ളതൊക്കെ പിശാച് പറഞ്ഞതാണ്, അതങ്ങ് വിശ്വസിച്ചതാണ്. അതുപോലെ തന്നെ ജ്ഞാനം പ്രാപിപ്പാൻ, ദൈവത്തെ പോലെ ആകുവാൻ നിങ്ങൾക്ക് നല്ലത് ഇത് തിന്നുന്നതാണെന്ന് പറഞ്ഞു, അതും അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അവരുടെ കർത്താവ് ദൈവമായിരുന്നിടത്ത്, അവരുടെ മാസ്റ്റർ ദൈവമായിരുന്നിടത്ത് നിന്ന് അവരുടെ മാസ്റ്ററെ ആരാക്കി? പിശാചിനെയാക്കി, അല്ലേ? അപ്പോൾ അവിടെ ഒരു കൈമാറ്റം നടന്നു. മനുഷ്യൻ്റെ മേലുള്ള ദൈവിക അധികാരത്തെ മനുഷ്യൻ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യൻ ഒരു പൈശാചിക അധികാരത്തിൻ്റെ കീഴിലേക്ക് മാറ്റപ്പെട്ടു. ഇതാണ് ആദിയിലെ പാപം. അപ്പം പിന്നെ ഇതിന് പരിഹാരം, ഇനിയാണ് നമുക്കതിന് പരിഹാരം എന്താണ് എന്നുള്ളത് പഠിക്കേണ്ടത്. പ്രശ്നം നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്? ഒന്ന്, ദൈവത്തിൽ മാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിട്ടുള്ള, ദൈവം മാത്രമായിരിക്കുന്നതായ ആബ്സല്യൂട്ട് ട്രൂത്ത്, ആത്യന്തികമായിട്ടുള്ള സത്യം, അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നും നാം ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളാം, ഞങ്ങൾക്ക് തന്നെ ദൈവമാകാനായിട്ട് പോകുന്നു, ഞങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ ദൈവം. ഇന്ന് ലോകത്തെ അവസ്ഥ അതാണ് എന്ന് മനുഷ്യൻ തീരുമാനിച്ചു. അത് തെറ്റൊന്ന്. 2, അവരുടെ മേലുള്ള അധികാരത്തെ അവർ കൈമാറ്റം ചെയ്തു. ദൈവത്തെ അവരുടെ അധികാരത്തിൽ നിന്നും മാറ്റി അവരാരെയാക്കി? പിശാചിനെ ആക്കി. അതുകൊണ്ടാണ് യഹൂദന്മാരോട് കർത്താവ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നതാണ്, അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ അബ്രഹാം ഒക്കെ ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം കർത്താവ് എന്താ അവരോട് പറഞ്ഞേ? നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. ആ പിശാചിനെ പിതാവായിട്ട് സ്വീകരിച്ചത് ആരായിരുന്നറിയോ? ആദ്യം ആദം ഹവ്വമാരാ, അവരാണ് സ്വീകരിച്ചത്. ശരി, ഇനി ഇതിന് പരിഹാരം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏദൻ തോട്ടത്തിൽ നടന്നത്. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള അധികാരം ദൈവത്തിൽ നിന്നും വാങ്ങി ഞങ്ങൾ ഇനി തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാകണം. രണ്ടാമത് എന്താ ചെയ്തവര്? അവരുടെ മേലുള്ള അധികാരത്തെ അവർ മറ്റൊരാളുടെ കീഴിലേക്ക് കൈമാറ്റം ചെയ്തു. അതിനും പരിഹാരമുണ്ടാകണം. ഈ 2 കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യൻ്റെ വീണ്ടും ജനനത്തിലൂടെ മനുഷ്യന് ലഭ്യമാകുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നും പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൽ ഇതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ആരെ രക്ഷിക്കപ്പെടുന്ന? യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട്. എന്താണ്? ഇത്രയും കാലവും എൻ്റെ പിതാവ് ആരായിരുന്നു? എൻ്റെ കർത്താവ് ആരായിരുന്നു? പിശാചായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ മേലുള്ള എൻ്റെയും മറ്റെല്ലാവരുടെയും അധികാരം, പിശാചിൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും പിശാച് അങ്ങനെ നിയന്ത്രിക്കുന്നു, നയിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥിതികളിൽ അവരെ നിയന്ത്രിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. മനുഷ്യരെ നിയന്ത്രിക്കുന്നതായിട്ട് താൻ തന്നെ. അപ്പോൾ അവർ ദൈവത്തെ പോലെ ആകാനായിട്ടാണ് ശ്രമിച്ചത്. മനുഷ്യൻ ദൈവമാണ് എന്നുള്ള ഒരു ഹൈന്ദവ തത്വശാസ്ത്രമുണ്ട്. അഹം ബ്രഹ്മാസ്മി, അങ്ങനെ എന്തോ മറ്റോ അതിനെക്കുറിച്ച് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, നമ്മൾ തന്നെ ദൈവമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതൊക്കെ അവിടുന്ന് കിട്ടിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കർത്തൃത്വം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മൾ കൈമാറ്റം ചെയ്യുന്നു നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ. അപ്പോൾ പിന്നെ
ഇനി ആര് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ? കർത്താവ് പറയുന്നത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ സമ്പൂർണമായ അധികാരവും നമ്മളുടെ മേലുള്ള അധികാരവും നമ്മൾ കർത്താവിന് കൊണ്ടുപോയി നമ്മൾ അടിയറവ് വയ്ക്കുകയാണ്. അങ്ങനെയായിരുന്നു ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും. ദൈവം അവരോട് കൂടെ വന്നു, അവരോട് പറഞ്ഞു, അവരോട് സംസാരിച്ചു. ദൈവം അവരെ പല കാര്യങ്ങളും ഏൽപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ദൈവമായിരുന്നു അവരുടെ മാസ്റ്റർ. അപ്പം രക്ഷയെങ്കിൽ വീണ്ടും ജന്നത്തെങ്കിൽ നമ്മളുടെ മേലുള്ള നമ്മളുടെ മേലുള്ള അധികാരവും നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കോ വ്യവസ്ഥിതികൾക്കോ നമ്മളുടെ പേരിലുള്ള അധികാരവും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന് കൈമാറ്റം ചെയ്തു. അപ്പോൾ ഏദനിൽ വന്നതായിട്ടുള്ള ഒരു വീഴ്ചയ്ക്ക് അവിടെ പരിഹാരമാകുകയാണ്. പിന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരായിട്ട് സമ്പാദിച്ചതായിട്ടുള്ള ഒരു കഴിവ് നമ്മളിലുണ്ട്, അല്ലേ? പക്ഷേ ഉണ്ടെങ്കിലും ഏതൊരു വിഷയമെടുത്ത് നമ്മൾ സംസാരിച്ചാലും, ഇപ്പം അമ്മയെ തല്ലിയാലും എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, രണ്ട് പക്ഷം. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം. എന്താ ഈ രണ്ട് പക്ഷം? തല്ലിയത് കുഴപ്പമില്ല, ആ തല്ലി കിട്ടേണ്ടതായിരുന്നു എന്നും തല്ലിയത് ശരിയായില്ല എന്നും, അല്ല, ഇതല്ലേ രണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഏത് വിഷയം നാം എടുത്താലും അതിനെക്കുറിച്ചൊക്കെ രണ്ടല്ല, മൂന്നല്ല, നാലല്ല, പല അഭിപ്രായങ്ങൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 3-4 പേരുണ്ടായിരുന്നു. ഒരേ കാര്യത്തെക്കുറിച്ച് 4 അഭിപ്രായം വന്നു. 4 പേരുണ്ടായിരുന്നു, 4 അഭിപ്രായമാണ് ഒരേ കാര്യത്തെക്കുറിച്ച് വന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയാമോ? ഈ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മളിൽ തന്നെ ഈ സത്യത്തിൻ്റെ പൂർണ്ണത നമുക്കുണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ട് നമുക്കൊരിക്കലും ഈ നന്മയും തിന്മയും അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മളിൽ പൂർണ്ണ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഏത് സംഭവത്തെ സംബന്ധിച്ചും നന്മയും തിന്മയും നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ അത് മനുഷ്യന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ആ ഒരു അധികാരം നാം വീണ്ടും ദൈവത്തിന് കൈമാറണം. നന്മയും തിന്മയും തിരിച്ചറിയാൻ, കർത്താവേ, ഇനി എൻ്റെ നന്മ, എൻ്റെ തിന്മ, എൻ്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും എനിക്കിനി വേണ്ട. നന്മയും തിന്മയും ഞാൻ നിന്നിൽ നിന്ന് പ്രാപിച്ചോളാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നന്മയും തിന്മയും നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്? ദൈവം അതിനുള്ള പുതിയ നിയമ ക്രമീകരണം എന്താ ചെയ്തേക്കുന്നത്? ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിനെയും നമ്മളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിട്ട് നമ്മളോട് പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ആരെ അനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിച്ചു. റോമർക്കെഴുതിയ ലേഖനം തന്നെ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു. നമുക്ക് പല നിലയിലാണ്, അത് മുഴുവനെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എങ്കിലും ഒരുവിധമൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എന്ത് നമ്മൾ വായിക്കുന്നേ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. ആകയാൽ ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഇനി ഞാനല്ല, മറിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് രണ്ടുമാണ് പ്രിയമുള്ളവരെ വീണ്ടും ജന്മത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത് നടന്നിട്ടുണ്ടോ? ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാത്ത ആളുകൾ അവരാ പഴയ നിയമത്തിൽ ആദാമിൻ്റെ സന്തതി പരമ്പരകളിൽ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ്. നമ്മൾ തീരുമാനിക്കുന്ന ശരിയും തെറ്റുമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ
നമ്മൾ ആ വീണുപോയ അതേ അവസ്ഥയിലാണ്. നമ്മൾ പറയും രക്ഷിക്കപ്പെട്ടതാണ്, ഏറ്റുപറഞ്ഞതാണ്, സ്നാനപ്പെട്ടതാണ്, ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ യാതൊരു ഗ്യാരണ്ടിയും വചനത്തിലില്ല. വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവമക്കളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലുള്ളവരോടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നതെല്ലാം ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. അപ്പോൾ ക്രിസ്തുവാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിലാണെന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തു നമ്മെ നിയന്ത്രിക്കുന്നത് എൻ്റെ ആത്മാവിനാലാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ നമ്മുടെ സ്വന്തം ആലോചനയ്ക്കനുസരിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ നമ്മൾ ആദം ഹവ്വമാര് വരുത്തിയതല്ല, തെറ്റിതിരുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഈ അപജയം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാനായിട്ട് ലജ്ജിക്കത്തക്ക നിലയിൽ ഇന്ന് ലോകത്തിലൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് നിന്ദയും പരിഹാസവുമായി ഇന്നത്തെ ക്രിസ്തീയ ലോകം തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ രണ്ട് കൈമാറ്റം നടന്നിട്ടില്ല. പിന്നെ ക്രിസ്തീയത എന്ന് പറയുന്നത് കേവലം ഒരു മതമായിട്ട് അങ്ങ് മാറി. പ്രത്യേകിച്ച് ഒരു തലമുറ കഴിയുമ്പോൾ ഈ നമുക്ക് സർട്ടിഫിക്കറ്റുകളിൽ അല്ലെങ്കിൽ SLC ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡുകളിലൊക്കെ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണെങ്കിൽ മക്കൾ ക്രിസ്ത്യാനിയാണെന്നാണ്, അല്ലേ? അത് പിന്നെ അതങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ ക്രിസ്തീയത്വം എന്ന് പറയുന്നത് അങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് പാരമ്പര്യമായിട്ട് കൈമാറുമ്പോൾ അത് മതമായിപ്പോയി. അത് പാരമ്പര്യമായിട്ട് കൈമാറാനായിട്ട് ആർക്കും കഴിയുകയില്ല. ക്രിസ്തീയമായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുകളുള്ള ആളുകൾ എല്ലാ തലമുറയിലും ഉയർന്നു വന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ സഭ വിശുദ്ധിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും ഒരു സഭ, ഇപ്പം നമ്മുടെ ഈ സഭയാണെങ്കിൽ പോലും ഇതൊരു 100 വർഷം, കർത്താവ് വരാൻ താമസിച്ചാൽ 100 വർഷമോ അല്ലെങ്കിൽ 1000 വർഷമോ ഇതിങ്ങനെ തന്നെ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ തലമുറകൾ വരുമ്പോഴും അവർക്ക് യഥാർത്ഥത്തിലുള്ള മാനസാന്തരമോ ദൈവസ്നേഹവും ഇല്ലാതെ അവരുടെ തലമുറകൾ സ്വാഭാവികമായി സഭയിൽ അംഗത്വത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അത് ദൈവസഭയെ നശിപ്പിക്കും. ഇപ്പോൾ എല്ലാ തലമുറയിലും പുതിയ പുതിയ സഭകൾ രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള 10 നിർജ്ജീവമായിട്ടുള്ള സഭകളിൽ നിന്നും ദൈവഭക്തി ഉള്ളതായിട്ടുള്ള 2, 3, 4 പേര് എഴുന്നേറ്റ് അവരൊരു കൂട്ടമായി കൂടും. അങ്ങനെയാണ് ദൈവിക പരിപാടി മുമ്പോട്ട് പോകുന്നത്. പക്ഷെ പലപ്പോഴും ഇന്ന് നമ്മൾ നോക്കിയാൽ എത്രയോ തലമുറകളായി ഞങ്ങൾ വിശ്വാസത്തിലാണെന്നൊക്കെ പറയും. അതിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പരാജയമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ, മതത്തെ, സഭയെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിന് പോലും സാധിക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കൂടിയൊക്കെ, കാരണം അടി കൂടാതിരിക്കാനായിട്ട് കഴിയില്ല. അടി കൂടാൻ കാരണം എന്താ? യജമാനൻ വേറെയാണ്, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ആരാണ്? ഞാനാണ്. എൻ്റെ യജമാനനും വേറെയാണ്, ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഞാനുമാണെങ്കിൽ പിന്നെ അടി ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. പ്രിയമുള്ളവരെ, സഭകളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ഈ 2 കൈമാറ്റങ്ങൾ നടന്നിട്ടില്ല ആളുകളുടെ ജീവിതത്തിൽ നിന്നുള്ളതാണ്. നമുക്കാർക്കും ഞാൻ പറയുന്നത് ശരിയെന്ന് തീരുമാനിക്കാനും അത് സ്ഥാപിക്കാനുള്ള അവകാശമില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും ശരിയല്ല. ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ശരിയുള്ളൂ. ഞാൻ പറയുന്നത് ശരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ശരികളുണ്ട്. അതുകൊണ്ടാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് കൊടുക്കാതെ അത് ദൈവം തന്നെ, സത്യമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് തന്നെ അത് നമ്മൾ ഓരോരോ സമയത്ത് പ്രാപിക്കണം എന്ന് ദൈവം മനുഷ്യനെ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തത്. അത് മനുഷ്യൻ തെറ്റിച്ച് കളഞ്ഞു. ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നും അതെങ്ങനെയാണെന്നും അതല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും ഒക്കെ നമ്മൾ ധാരാളം ക്ലാസ്സുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അത് ചെന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നു പലപ്പോഴും
നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളുടെ ബുദ്ധിതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, അത് നമുക്ക് വിശ്വാസമായി പരിണമിച്ചിട്ടില്ല എങ്കിൽ ബുദ്ധിതലത്തിൽ കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ദുഷ്ടൻ വന്ന് എടുത്തു കളയും. അതല്ലെങ്കിൽ ഇച്ചിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യവും നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകാം, അല്ലെങ്കിൽ ദുഷ്ടൻ എടുത്തു കളയാം. എന്നാൽ അത് നമ്മുടെ ആത്മാവിൽ ഒരു വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു പ്രകാശനമായി നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആർക്കെങ്കിലും ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല, അതില്ല പ്രിയമുള്ളവരെ. പക്ഷേ നമ്മുടെയൊക്കെ മനോഭാവം എന്താ? സത്യം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, അവരൊന്നും പറയുന്നത് സത്യമല്ല, സത്യം എന്താന്നുള്ളത് ഞാനങ്ങ് പഠിപ്പിക്കാമെന്നുള്ള നമ്മുടെ മനോഭാവം പൊതുവല്ലേ. നമ്മുടെ എന്ന് പറഞ്ഞാൽ പൊതുവിൽ എല്ലാവരുടെയും ഒരു മനോഭാവം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സത്യം, ബാക്കി പറയുന്നത് ഒന്നും ശരിയല്ല. അല്ല, ഇവിടെ സുജോസ് ഫാസ്റ്റിന് പ്രസക്തിയില്ല. ഇവിടെ സാബുവിനോ ബാബുവിനോ ജോയിക്കോ ജോണിക്കോ അങ്ങനെ അപ്പച്ചനോ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്കും ഇതിനകത്ത് പ്രസക്തിയില്ല. ദൈവാത്മാവ് നൽകുന്നതായിട്ടുള്ള ആലോചന മാത്രമേ, ദൈവത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ദൈവാത്മാവ് നൽകുന്നതായിട്ടുള്ള ആലോചന മാത്രമേ പ്രസക്തിയുള്ളൂ. അപ്പം പിന്നെ അടുത്ത വലിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? എന്നോട് ആത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെയുള്ള വരവ്. അത് ഇതിനേക്കാളേറെ ബുദ്ധിമുട്ട് അല്ലേ? ദൈവം എന്നോട് സംസാരിച്ചു, ആത്മാവ് എന്നോട് സംസാരിച്ചു, ആത്മാവ് എന്നോട് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് കേട്ട് കഴിയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഓ, അത് ശരിയാണ്, ആ സഹോദരനോട് ഇന്നലെ ആത്മാവ് സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ എങ്ങനെയൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അതാണ് അദ്ദേഹം പറയുവാനായിട്ട് വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ആത്മാവിനെയും കർത്താവിനെയും അല്ലെങ്കിൽ ദൈവത്തെയൊക്കെ വളരെ അസ്ഥാനത്തും ഒക്കെ എടുത്ത് ഉപയോഗിച്ച് മനുഷ്യൻ്റേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ദൈവത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചില വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചപ്പോൾ ഇത് പഠിച്ചതാണ് വിശദമായിട്ട്. അപ്പോൾ അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പോൾ ഇവിടെ 2 തരം വചനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, മനുഷ്യൻ്റെ ജ്ഞാനം ഉപദേശിക്കുന്ന വചനം. പിന്നെ രണ്ടാമത് എന്താണ്? ആത്മാവ് ഉപദേശിക്കുന്ന വചനം. അപ്പം വചനപ്രസംഗം 2 രീതിയിലാകാം. എങ്ങനെയൊക്കെയാകാം? ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളും ആത്മാവ് ഉപദേശിക്കുന്നതായ വചനങ്ങളും. അങ്ങനെ 2 രീതിയിലുള്ള വചനപ്രസംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ പ്രശ്നമായി. എന്താ പ്രശ്നം? ഇതെങ്ങനെ തിരിച്ചറിയും? ഈ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങൾ, അതും വചനം തന്നെയാണ് അല്ലേ? വചനം എന്നുള്ള വാക്കല്ലേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വാക്കുകളിൽ നിന്നോ ലേഖനം അങ്ങനെയൊന്നുമല്ല, വചനം, രണ്ടിനും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വചന സന്ദേശങ്ങൾ 2 രീതിയിൽ വരാം. ഒന്ന്, മനുഷ്യൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്നതും, 2, ആത്മാവിൽ നിന്ന് ഉളവാകുന്നതും. ഇന്ന് ആത്മാവിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള വചനം കേൾക്കാൻ ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല. അതൊരു സത്യമാണ്. നിങ്ങൾക്കറിയാവോ, പലപ്പോഴും ആളുകൾ പറയും, ഇപ്പം ഇവിടെയുള്ള 2-3 പേരുടെ പ്രസംഗം കേട്ട് മടുത്തു, പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒന്ന് വിളിച്ചൊരു ക്ലാസ്സൊക്കെ എടുപ്പിച്ചാൽ ഒരു വ്യത്യാസം ഇല്ലേ? അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആരെയും വിളിക്കുക? വലിയ പേരുകേട്ട പ്രാസംഗികരെയൊക്കെയാണ് വിളിക്കുക അല്ലേ? അവർ വന്നേച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തും. അതെവിടെ നിന്നാണ് എന്നുള്ളതും നമുക്കറിയത്തില്ല. നമുക്ക് ചിലതൊക്കെ കേട്ട് അങ്ങ് മടുത്തിട്ട് പിന്നെ ഒരു വ്യത്യസ്തമായി കേൾക്കാനായിട്ടുള്ള ഒരു
താല്പര്യം നമ്മളുടെ ഇടയിൽ, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അങ്ങനെ പേരുകേട്ട പ്രാസംഗികരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ആളുകളിങ്ങനെ ഓടിക്കൂടും. ധാരാളം ആളുകൾ ഓടിക്കൂടും. ആളുകളെ ഇളക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് വേടൻ, നിങ്ങൾക്ക് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, വേടൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ എന്തോ 10-12 വീഡിയോ മാത്രമേ അദ്ദേഹം ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ 12 വീഡിയോ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനമല്ല, അദ്ദേഹത്തിൻ്റെ പരിപാടി കേൾക്കാനായിട്ട് ഓടിക്കൂടുക ചെയ്യുന്നത്. കാരണം ആളുകളെ ഉന്മാദത്തിലാക്കാൻ, ഉന്മേഷത്തിലാക്കാൻ, വൈകാരികമായിട്ടുള്ള ഉയർച്ചയിലേക്ക്, തള്ളലിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ട് ആർക്ക് സാധിക്കും? അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ആളുകൾ ആവേശത്തോടു കൂടി അങ്ങ് കൂടും. അപ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വലിയ പ്രാസംഗികരായിട്ടൊക്കെ ബഹുമാനിക്കും. എന്നാൽ അങ്ങനെയൊന്നും വലിയ പ്രസംഗിക്കാനുള്ള കഴിവോ, ലോകത്തിൻ്റെ ജ്ഞാനമോ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുടെ അറിവോ, അല്ലെങ്കിൽ വലിയ സയൻസ് പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ആളുകൾ പ്രസംഗിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മഹാ ബോറായിട്ട് തോന്നും, അല്ലേ? ശരിയല്ലേ? ഞാനീ പറഞ്ഞത് ശരിയല്ലേ? അതൊരു ഭയങ്കര ബോറാണ്. കാരണം എന്താണെന്നറിയാമോ? ആത്മാവ് ഉപദേശിക്കുന്ന വചനമല്ല നമുക്ക് പ്രിയം, മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനമാണ് നമുക്ക് പ്രിയം. 1-ാം നൂറ്റാണ്ടിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഈ ചരിത്രങ്ങളെല്ലാം എടുത്താണോ പറഞ്ഞിരുന്നേ? 1-ാം നൂറ്റാണ്ടിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ സയൻസ് കൂട്ട് ചെയ്താണോ പറഞ്ഞേ? അല്ലല്ല. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറേ സയൻസും കുറേ ചരിത്രവും കുറേ തത്വശാസ്ത്രവും ഒക്കെ കൂടെ കൂട്ടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള ആളുകളാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ കുറച്ച് അല്പബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് പ്രസംഗത്തിൽ ഇതൊക്കെ കയറ്റാനായിട്ട് വളരെ എളുപ്പമാണ്. ആളുകളെ ആകർഷിക്കാനായിട്ട് അത് വളരെ നല്ലതുമാണ്. എന്നാൽ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല ദൈവസഭയിൽ വേണ്ടത്, ആത്മാവ് ഉപദേശിക്കുന്നതായ വചനങ്ങളാണ്. അപ്പോൾ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ആത്മീകമായ ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള വചനങ്ങൾ പറഞ്ഞാൽ അത് ആർക്കേ മനസ്സിലാവൂ? ആത്മീകന്മാർക്കേ മനസ്സിലാവുള്ളൂ. കാരണം അതെന്താണ്? അത് ആത്മീകമാണ്. ആത്മീകമായ കാര്യങ്ങൾ, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ ആത്മീകമാണ്. ഈ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അത് ആത്മീകർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ നിവേശിതമാണ്. അത് മനുഷ്യൻ്റെ ആത്മാവിലേക്കാണ് അത് പകരപ്പെടുന്നത്. അത് ദൈവാത്മാവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയുമാണ്. അപ്പോൾ ഈ മനുഷ്യജ്ഞാനം എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് വേണ്ടത് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ നാം ദൈവാത്മാവിൻ്റെ സഹായത്തോടെ കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നാം എത്തുക എന്നുള്ളതാണ്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനകാരൻ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലങ്ങളായി, പക്ഷെ നിങ്ങൾക്കിപ്പോഴും പാലത്രേ ആവശ്യം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? ഒരു കുഞ്ഞിന് പാല് മാത്രമേ, ഒരു 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രമേ കൊടുക്കാനായിട്ട് കഴിയുന്നുള്ളൂ. നിങ്ങളൊരു പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ട് 10, 50, 60 വർഷമായി, പക്ഷെ നിങ്ങൾക്കൊരു 6 മാസമായ കുഞ്ഞിൻ്റെ വളർച്ച പോലും നിങ്ങൾക്ക് ഇല്ല. എന്താ കാര്യം? വചനസത്യങ്ങൾ അറിയില്ല. അവർക്കറിയാവുന്ന എന്താണെന്നറിയാവോ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നതും പെട്ടകം പിടിച്ചപ്പോൾ ഉസ്സ മരിച്ചതും, പിന്നെ അബ്രാഹാം മോറിയ മലയിൽ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചതും, പിന്നെ മോശ മുൾപ്പടർമ്പിൽ നിന്നതും, പിന്നെ അവിടെ മിസ്രൈമിലെ ബാധകളും, അങ്ങനെയുള്ള ചില പഴയ നിയമ കഥകളിൽ ഒതുങ്ങിയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം സഭകളും ലോകത്ത് പോകുന്നത്. പിന്നെ സങ്കീർത്തനങ്ങൾ. പ്രിയമുള്ളവരെ, അതൊന്നും പഠിച്ചാൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ അതൊന്നും വേണ്ട എന്നുള്ളതല്ല. അതൊക്കെ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആവശ്യമാണ്. പഴയ നിയമത്തെ ഒഴിവാക്കാനായിട്ട് ഒരിക്കലും പാടില്ല.
അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം പഴയ നിയമമാണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ പഠനങ്ങളൊക്കെ കേവലം അതിലേക്ക് മാത്രം ക്രമീകരിച്ച് ശ്രദ്ധിച്ചു പോയാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയാതെ വരും. അപ്പോൾ ഈ വചനത്തിൻ്റെ സത്യങ്ങളെ അല്ലെങ്കിൽ ഈ ആത്മാവിൽ നിന്നാണോ അതെയോ മാനുഷിക ജ്ഞാനത്തിൽ നിന്നാണോ? ഈ മാനുഷിക ജ്ഞാനത്തിൽ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജഡത്തിൽ നിന്ന്. ജഡം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് അതിനകത്ത്? നമ്മുടെ ശരീരവുമുണ്ട്, നമ്മുടെ ദേഹിയുമുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ആത്മാവിനെ കൊണ്ടല്ലല്ലോ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നത്. ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനും ആത്മാവൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും അങ്ങനെ ജഡത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ജഡത്തിൽ നിന്നാണോ ഈ സന്ദേശം വരുന്നത്, ആത്മാവിൽ നിന്നാണോ ഈ സന്ദേശം വരുന്നത് എന്നറിയാനായിട്ട് എന്താ വഴി? അപ്പം പ്രശ്നം ഇങ്ങനെ ഒരു ചങ്ങല പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എന്താ വഴി? ആരെങ്കിലും ഒരാൾ ഓർമ്മയുള്ളവർ പറയുമോ? ശരിയാണ്. അതിൻ്റെ ഒരു കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ഇവിടെ ദേഹം, ദേഹി, ആത്മാവ് മൂന്നുമുണ്ട്, അല്ലേ? ദേഹി എന്നുള്ളതിന് പ്രാണൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാണൻ എന്നും പറയും. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും. സന്ധിമജ്ജകൾ എന്ന് പറയുന്നത് ദേഹമാണ്. അപ്പോൾ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്താണ്? ദൈവത്തിൻ്റെ വചനം. ജീവനും ചൈതന്യവുമുണ്ട്. ഇരുവായ്ത്തലയുള്ള വാളാണോ? ആണോ? ഒന്നുറക്കെ പറ. ഇരുവായ്ത്തലയുള്ള വാളല്ല ദൈവവചനം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവവചനം. അപ്പോൾ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ അറിയാം, അവർ സർജറിക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കരുക്കത്തിയൊന്നുമല്ല സർജറിക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? കാരണം വളരെ സൂക്ഷിച്ച് ഏറ്റവും ചെറിയ വെയിൻസ് വരെ വേർപെടുത്ത് എടുക്കത്തക്ക രീതിയിൽ സർജിക്കൽ സിസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സർജിക്കൽ കത്തികളുണ്ട്. അത് പ്രത്യേകമാണ്. അതൊന്നും നമുക്കിവിടെ കിട്ടില്ല. അത് ആ ഉപയോഗത്തിനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കത്തി, സർജിക്കൽ ഉപകരണം, അതാണ് ഇവിടെ സന്ധിമജ്ജകളെ പോലും വേർപിടിവിക്കണമെങ്കിൽ സാധാരണ കത്തി പോരാ എന്നുള്ളതാണ്. അപ്പോൾ ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനം. അപ്പോൾ ദൈവവചനം നമ്മൾ കൃത്യമായി അതിൻ്റെ വ്യാഖ്യാനവും അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ആത്മാവിൽ നിന്നാണോ ഈ ചിന്ത വരുന്നത്, അത് ജഡത്തിൽ നിന്നാണോ ഈ ചിന്ത വരുന്നത് എന്നറിയാനായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആത്യന്തികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാ? ദൈവവചനം. ആത്മാവ് ഉപദേശിക്കുന്നതായിട്ടുള്ള ദൈവവചനം. അതാണ് നമ്മുടെ ജീവവായു, അതാണ് നമ്മുടെ ജീവനാഡി. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുത്ത്, ഞാൻ വിചാരിക്കുന്നു ലോകത്തിൽ ഒരു സഭയും ആഴ്ചയിൽ 7 ദിവസവും പിന്നെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് 2 ക്ലാസ്സുകളും കൊടുക്കുന്ന ഒരു സഭയും ലോകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ വചനമാണ് നമ്മളുടെ ജീവവായു. അത് വ്യാജമായിട്ടും തെറ്റായിട്ടുമൊക്കെ വെറുതെ ഈ ലോകത്ത് ധാരാളം പ്രസംഗിക്കുന്നുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്.
എന്നാൽ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ നിലയിൽ അത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് സംശയങ്ങൾ തീർക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നാം അത് പഠിച്ച് നമുക്ക് പലപ്പോഴും ആളുകൾ പഠിക്കണം എന്നൊക്കെ വിചാരിക്കും, ഒത്തിരി വിവരം സമ്പാദിക്കണം, അറിവ് സമ്പാദിക്കണം. അങ്ങനെയൊന്നും പഠിച്ചിട്ട് ഇത് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അത് നമ്മളെ കൂടുതൽ നിഗളികളും അഹങ്കാരികളും അത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയുമേ ചെയ്യുള്ളൂ. ഇന്ന് ദൈവവചനം നമ്മുടെ മാനസാന്തരത്തിനും അനുസരണത്തിനും ദൈവനാമ മഹത്വത്തിനും അല്ലാതെ ദൈവവചനം പഠിക്കുന്ന ആളുകൾ മുഴുവൻ ചെന്നെത്താൻ പോകുന്നത് അവർ നിഗളികളും ദൈവത്തിൻ്റെ ശത്രുക്കളുമായിട്ട് ആത്യന്തികമായിട്ടുള്ള ഒരു ദുരവസ്ഥയിലേക്കായിരിക്കും. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുകയില്ല. അങ്ങനെയുള്ളവരിലൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യജ്ഞാനത്തിൽ നിന്നുളവാകുന്ന വചനങ്ങൾ മാത്രമേ അവർക്കുണ്ടാകുകയുള്ളൂ. അനുസരണമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് വേണ്ടിയിട്ട് അല്ലാതെയുള്ള ഒരു ദൈവവചന വായനയോ പഠനമോ ദൈവവചനത്തോടുള്ള നമ്മളുടെ സമീപനമോ തികച്ചും പരാജയത്തിലേക്ക് നയിക്കും. കർത്താവ് പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കർത്താവ് പിന്നെ അവസാനം പറയും, ആകയാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലേ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ ചെവിയില്ലാത്തവരായിരുന്നോ കർത്താവിൻ്റെ അടുക്കൽ പ്രസംഗം കേൾക്കാൻ ചെന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും 2 ചെവിയുണ്ട്. അത്യാവശ്യം കേൾവിയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രായമൊക്കെ ഒരു പക്ഷേ അത് ഇച്ചിരി മന്ദീഭവിച്ചു കഴിഞ്ഞാലും കർത്താവിൻ്റെ പിന്നാലെ വചനം കേൾക്കാൻ ചെന്ന എല്ലാവർക്കും ചെവി ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാഹ്യമായ ചെവിയിൽ കൂടെ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആത്മീയമായിട്ടുള്ള യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. നമ്മളിവിടെ എല്ലാവരും ഇവിടെ വചനം പഠിപ്പിക്കുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്നവരുണ്ട്. നമ്മളങ്ങനെ ചെവിയൊക്കെ തുറന്നങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ബാഹ്യമായിട്ടുള്ള ചെവി പോരാ. നമ്മളുടെ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ വിവേചിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനൊരു ആന്തരിക കേൾവിശക്തി വേണം. നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കണ്ണ് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഡോക്ടർ നമ്മളുടെ നെഞ്ചും കൂടി പൊട്ടിച്ച് ഹൃദയത്തിൽ നോക്കാറുണ്ടോ? കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇല്ല, അല്ലേ? അവരവരുടെ യന്ത്രമൊക്കെ വെച്ച് നമ്മുടെ കണ്ണ് നോക്കും. പക്ഷേ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ഈ കണ്ണ് പോരാ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമുക്ക് ഹൃദയത്തിൽ കണ്ണ് വേണം, നമുക്ക് ഹൃദയത്തിൽ ചെവി വേണം. ഈ ചെവി പോരാ. ഈ ചെവി കൊണ്ട് കേൾക്കുന്നതൊന്നും വലിയ പ്രയോജനം ചെയ്യില്ല. പക്ഷെ ഈ ചെവിയിലൂടെ കേട്ട് കഴിഞ്ഞാലും അത് എങ്ങോട്ട് വരണം? ഹൃദയത്തിൻ്റെ ചെവിയിലേക്ക് വരണം. ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടാലും അത് ഇവിടെ നിന്ന് അത് എങ്ങോട്ട് പോകണം? ഹൃദയത്തിൻ്റെ ദൃഷ്ടികളിലേക്ക് അത് പോകണം. അത് മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് പ്രയോജനം ചെയ്യുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആദത്തിനും ഹവ്വായ്ക്കും എന്താണ് പറ്റിയത്? സത്യമായിരിക്കുന്ന ദൈവത്തിൽ നിന്നും ശരിയും തെറ്റും സ്വീകരിച്ച് അതനുസരിക്കാൻ കൂട്ടാക്കുന്നതിന് പകരം ശരിയും തെറ്റും ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം, ദൈവം അതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ ക്രമീകരണങ്ങൾ നടത്തി. അതുപോലെ തന്നെ ദൈവം ഞങ്ങൾക്ക് പിതാവായിട്ട് വേണ്ട, ഈ ദൈവത്തിലല്ല ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ കർത്താവ് ദൈവമല്ല, ഞങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ 2 കൈമാറ്റങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് വന്ന നമ്മളെല്ലാവരും ആ കൈമാറ്റങ്ങൾ നേരെ തിരിക്കേണ്ടത് ആവശ്യമാണ്. ഏതിനിൽ നടന്നതായിട്ടുള്ള കൈമാറ്റം നേരെ തിരിച്ചാക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത്. അത് തിരിച്ചാക്കാൻ നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് തിരിച്ചാക്കാൻ നാം എത്രത്തോളം താമസിക്കുന്നുവോ, അത്രത്തോളം നാം മടിക്കുന്നുവോ, അത്രത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു സമ്പൂർണ്ണ പരാജയവും ദൈവനാമത്തിൽ നിന്ന്